ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് മാറ്റിയിട്ട് വേണം. വെരിക്കോസിൽ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം വന്ധ്യതയുണ്ട്. ഇപ്പം വന്ധ്യതയ്ക്ക് ഒരു ചികിത്സയ്ക്ക് വന്നു, നമ്മൾ ആ പുരുഷന്റെ ബീജം പരിശോധിച്ചു, കുറവുണ്ട്. അപ്പം ഉടൻ നോക്കിയപ്പോൾ വെരിക്കോസിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ വെരിക്കോസിൽ സർജറിയിലല്ല പോകേണ്ടത്. കാരണം എല്ലാ വെരിക്കോസിലും ഈ ഇതിനെ അഫക്റ്റ് ചെയ്യണം എന്നില്ല, വന്ധ്യതയ്ക്ക് കാരണമാകണം എന്നില്ല. അപ്പോൾ അതിനകത്ത് മറ്റ് കാരണങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുക, ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇമ്പ്രൂവ് ചെയ്തെന്ന് വരാം. ഇല്ലെങ്കിൽ സാധാരണ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെരിക്കോസിലുണ്ടെങ്കിൽ പോലും നല്ല കൗണ്ടുണ്ട്, വൃഷ്ണത്തിൻ്റെ സൈസിനൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ. ഇപ്പോൾ എണ്ണ ഉണ്ട്, അതേസമയം മോട്ടിലിറ്റി മാത്രം പ്രശ്നമുണ്ട്, അതേസമയം വൃഷ്ണത്തിൻ്റെ സൈസിനൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും ആദ്യത്തെ ചികിത്സ കൊടുത്തിട്ട് നമ്മൾ വെരിക്കോസിൽ സർജറിയിലേക്ക് പോകാറുള്ളൂ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. കോൾ കട്ടായി ഡോക്ടർ. അടുത്തത് അപ്പം അതിന് അതെ തന്നെ. അപ്പം അത് ആദ്യമേ തന്നെ വെരിക്കോസിൽ സർജറിയിലോട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പം നമ്മൾ ആദ്യമേ കാണുന്നു വലിയ ഗ്രോസ് വെരിക്കോസിലുണ്ട്. ഇപ്പം ഗ്രേഡ് 3 അല്ലെങ്കിൽ ഗ്രേഡ് 2 വെരിക്കോസിലുണ്ട്. വൃഷ്ണത്തിൻ്റെ സൈസ് കുറവായിട്ട് തോന്നുന്നു, പേഷ്യൻ്റ് സിംറ്റംസ് ഉണ്ട്, അതായത് ഇപ്പം കഴപ്പ്, വേദന ഈ വൃഷ്ണത്തിലേക്ക്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഒരു കഴപ്പ് പോലെ, പെയിനുള്ള പ്രധാനമായിട്ട് അവർ പറയുന്ന ഒരു കഴപ്പ് പോലുള്ള പ്രയാസം. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വെരിക്കോസിൽ സർജറിക്ക് വെരിക്കോസിൽ കറക്റ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ചികിത്സ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ടുടനെ നമ്മളിപ്പോൾ കുറച്ച് മോഡലിറ്റി കുറവുണ്ടെങ്കിൽ കൗണ്ട് കുറവുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ മറ്റ് കാരണങ്ങൾ, ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് ഒരു 3 months മരുന്ന് മെഡിസിൻസ് ഉണ്ട്, നമുക്ക് ഇപ്പോൾ കൗണ്ട് മോഡലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള കൊടുത്തിട്ട് 3 months കഴിഞ്ഞ് ഒരു സമയം പിന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോഴും നമുക്ക് പറയത്തക്ക ഇമ്പ്രൂവ്മെന്റ് വന്നില്ലെങ്കിൽ വെരിക്കോസിൽ സർജറി നമുക്കറിയാം, വെരിക്കോസിലുണ്ട് തന്നെയാണ് ആയിരിക്കണം, അപ്പോൾ ഇത് എന്നിട്ട് നമുക്ക് വെരിക്കോസിൽ സർജറിയിലേക്ക് പോകാനേ ഉള്ളൂ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അരുൺ, ഡോക്ടർ ചോദിച്ചോളൂ. അരുൺ, ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ 2010 ഒരു വെരിക്കോസ് സർജറി ചെയ്തായിരുന്നു. അതെ. അപ്പൊ അതില് ഡിസ്ട്രിക്ട് വെരിക്കോസ് ആയിരുന്നു. അപ്പൊ അസോസ്പെർമിയ എന്നാണ് പറയുന്നത്. അതിനകത്ത് അപ്പൊ ഫർദർ എന്താ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്? അസോസ്പെർമിയ ആയിരുന്നു തുടക്കത്തിലും. ഇല്ല, അങ്ങനെ പെയിൻ ആയിട്ട് പോയതിനു ശേഷം അങ്ങനെ സർജറി ചെയ്തായിരുന്നു. ആദ്യം ഞാൻ ചോദിച്ചത് നമ്മളെ ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് സെമൻ ടെസ്റ്റ് ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. അന്ന് അസോസ്പെർമിയ ആയിരുന്നു. അതെ. അസോസ്പെർമിയക്ക് വേണ്ടിയല്ല ചികിത്സ ചെയ്തത്, വേദന വന്നതുകൊണ്ടാണ് വെരിക്കോസിൽ സർജറി ചെയ്തത്. അതെ. അസോസ്പെർമിയയുടെ ചികിത്സ വെരിക്കോസിൽ സർജറി അല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അസോസ്പെർമിയക്ക് നമ്മൾ കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് അസോസ്പെർമിയ എന്ന് വെച്ചാൽ സ്പേം ഒന്നും നമുക്കിപ്പോൾ പുറത്തു വരുന്നില്ല. അത് നമുക്ക് അതിന്റെ കാരണം നോക്കിയിട്ട് വൃഷ്ണത്തിലുള്ള പ്രശ്നമാണോ അതാ വൃഷ്ണത്തിൽ നിന്ന് ബീജം വരുന്നതിനുള്ള ബ്ലോക്ക് ആണോ എന്ന് നോക്കിയിട്ടാണ്. ബയോപ്സിയിൽ ബീജം ഉണ്ടോ? ഇല്ല, ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ അതിനും പറയുന്നുണ്ട് അസോസ്പെർമിയ, വേറെ ട്രീറ്റ്മെന്റ് ഒന്നും പറയുന്നില്ലെന്ന് പറയുന്നത്. ബയോപ്സിയില് സ്പേം ഒന്നും ഇല്ല എന്ന് വെച്ചതിന്റെ അർത്ഥം വൃഷ്ണത്തിൽ സ്പേം ഉണ്ടാക്കുന്ന കോശങ്ങൾ ഇല്ല എന്നാണ്. അപ്പൊ അതിൽ പിന്നെ ഫർദർ ചികിത്സ ഒന്നും ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ബീജം ഉണ്ടാക്കുന്ന കോശങ്ങൾ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് AID, അതായത് ഡോണർ സ്പേം എടുത്ത് ചെയ്യുന്നത് മാത്രമേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. അവരുടെ ഡോണർ സ്പേം എടുത്ത് ചെയ്യുന്നതിന് വലിയ കോസ്റ്റ് ഒന്നുമില്ല. അതായത് പുറത്തുനിന്നുള്ള നമ്മളിപ്പം ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് എടുക്കുന്ന പോലെ തന്നെ ബീജ ബാങ്കിൽ നിന്ന് ബീജം എടുക്കാൻ പറ്റും. അങ്ങനെ പുറത്തുനിന്നുള്ള ബീജം എടുത്തിരുന്ന കാര്യം ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അഡോപ്ഷൻ. കാരണം നമുക്കിപ്പം അതിനകത്ത് ബീജമേ ഇല്ലെന്നാ പറഞ്ഞു, ബീജം ഉണ്ടാക്കുന്ന കോശങ്ങളെ ഇല്ലെന്നാ പറഞ്ഞു. അതിൽ പിന്നെ നമ്മൾ എന്ത് ചികിത്സ എടുത്താലും പിന്നെ അത് വരാനുള്ള സാധ്യത ഇല്ല. അപ്പൊ ഈ അടുത്ത രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഡോണർ, അതായത് വെളിയിൽ നിന്നുള്ള ബീജം എടുത്തിടുന്നത്, അല്ലെങ്കിൽ അഡോപ്ഷൻ. ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് പറ്റത്തുള്ളൂ അരുണിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം സർജറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള സർജറി അതെ. അപ്പോൾ സർജറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെരിക്കോസിൽ സർജറി പലതരത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം കീഹോൾ ലാപ്രോസ്കോപ്പിക് വെരിക്കോസിൽ ചെയ്യുന്നുണ്ട്, ഓപ്പൺ ചെയ്ത് ചെയ്യുന്നുണ്ട്, മൈക്രോസ്കോപ്പിക് ചെയ്യുന്നുണ്ട്, പല തരത്തിലുണ്ട്. കാരണം ഈ വെയിൻസ് വൃഷ്ണത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ തൊടയിടുക്കി കൂടെ സഞ്ചരിച്ച് ഇൻഗ്വനൽ കനാൽ എന്ന് പറയും, അതുവഴി പോയി വയറിനകത്ത് കയറുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 ലെവലിൽ എവിടെ വെച്ച് വേണം നമുക്ക് ഇതിനെ സർജറി ചെയ്യാം. വയറിനകത്തൂടെ പോയി ചെയ്യാം, അല്ലെങ്കിൽ ഇൻഗ്വനൽ കനാൽ, അതായത് തൊടയിടുക്കിൻ്റെ അവിടെ നിന്ന് തൊടയിടുക്കിൽ പോയി സർജറി ചെയ്യാം, അല്ലെങ്കിൽ വൃഷ്ണത്തിൽ നിന്ന് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ ചെയ്യാം. സ്ക്രോട്ടൽ അല്ലെങ്കിൽ ഇൻഗ്വനൽ അല്ലെങ്കിൽ ഇൻട്രാ അബ്ഡോമിനൽ എന്ന് പറയുന്ന സർജറീസ് ആണിത്.
ഏത് സർജറി ആയാലും സർജറിക്കെല്ലാം ഒരുപോലെ തന്നെയാണ്. ഓരോന്നിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിൽ മൈക്രോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ ഓരോ വെയിൻസ് ആയിട്ട് എടുത്ത് ചെയ്യുന്നത്. സർജറിയിൽ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? അതെ, സർജറിയിൽ നമ്മൾ ചെയ്യുന്നത് ഈ വീർത്ത് തടിച്ചിരിക്കുന്ന ഞരമ്പുകളെ കെട്ടി മാറ്റുക. അതാണ് അതുവഴി രക്തം ഓടാൻ സമ്മതിക്കാതിരിക്കുക. ഇപ്പൊ ഇതുവഴി രക്തം ഓടുന്നില്ല, തിരിച്ചല്ലേ വരുന്നത്. അപ്പൊ തിരിച്ചുള്ള ഫ്ലോ നിർത്തി വെക്കുന്നതിനായിട്ട് നമ്മളെല്ലാം ലൈഗേഷൻ എന്ന് പറയും. വെരിക്കോസിൽ ലൈഗേഷൻ എന്നാണ് സർജറിയുടെ പേര്. അതങ്ങനെ ലൈഗേറ്റ് ചെയ്ത് വിടുക ചെയ്യുന്ന വെയിൻസിന്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ വീട് കൊടുങ്ങല്ലൂരിന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ പേര് സിദ്ദീഖ് എന്നാണ്. ഡോക്ടർ ചോദിച്ചോളൂ. സിദ്ദീഖ് ചോദിച്ചോളൂ. ഹലോ സിദ്ദീഖ് ചോദിച്ചോളൂ. എനിക്ക് ഏകദേശം 1.5 വർഷം മുമ്പേ വെരിക്കോസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണ്. വെരിക്കോസിൽ സർജറി ചെയ്തിരുന്നു. അപ്പൊ കൗണ്ട് അതിന് മുമ്പ് നോക്കിയപ്പോൾ ചെയ്തിരുന്നു. അതെ കൗണ്ട് അതിന് മുമ്പ് നോക്കിയപ്പോ ഏകദേശം അധികം വലിയ വ്യത്യാസമില്ലെന്നാ പറഞ്ഞത്. ചലനശേഷി ഉള്ളത് 40 മുതൽ ഉണ്ടാവുള്ളൂ. ചലനശേഷി ഉള്ളത് സർജറി കഴിഞ്ഞിട്ടോ? കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട്? അതിനുശേഷം ഏകദേശം 50% ഉണ്ടായിരുന്നു. ശേഷം 50% ഉണ്ടായിരുന്നു. കൗണ്ടും കൂടിയിട്ടുണ്ടായിരുന്നോ? കൂടി. പക്ഷേ ഇപ്പോഴും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. പ്രഗ്നന്റ് ആയിട്ടില്ല, വൈഫ് പ്രഗ്നന്റ് ആയിട്ടില്ല. അതിനുശേഷം പിന്നെ ചികിത്സ എല്ലാം എടുത്തോ? വേറെ സാധാരണ പോലെ നിങ്ങൾ നോക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? വേണ്ടത് ഇപ്പൊ അതില് ആ ഇമ്പ്രൂവ്മെന്റ് സെമനിൽ വന്നു. ആ കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ ആ ഇമ്പ്രൂവ്മെന്റ് വന്നു. മോട്ടിലിറ്റി എണ്ണവും കൂടിയെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മറ്റെന്തെങ്കിലും കാരണം കാണും. വൈഫിന്റെ ഭാഗത്തു നിന്നുള്ള ചികിത്സ എടുക്കണം. മാക്സിമം നമ്മൾ ഓവുലേഷൻ ഇഞ്ചക്ഷൻ ഓവുലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന അങ്ങനത്തെ ചികിത്സയും കൂടെ അതിൻ്റെ കൂടെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. അപ്പൊ അതും കൂടെ നോക്കാം അതിന്റെ കൂടെ കേട്ടോ. ചോദിച്ചോളൂ. സാധാരണ വെരിക്കോസീലിന്റെ സർജറി കഴിഞ്ഞാൽ കുറെ നാൾ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. പക്ഷെ വീണ്ടും ഒരു പ്രശ്നം റെക്കറൻസ്, അതായത് വീണ്ടും വെരിക്കോസീൽ വരാനുള്ള സാധ്യതയുണ്ട് കുറച്ചു പേർക്കൊക്കെ. അങ്ങനെയുള്ളൂ. അപ്പൊ വീണ്ടും വന്നാൽ വീണ്ടും ഇതിനെ അഫക്റ്റ് ചെയ്യും. വീണ്ടും എണ്ണവും ഇത് മോട്ടിലിറ്റി ഒക്കെ കുറയാം. അപ്പൊ അതിനിടയ്ക്ക് സാധാരണ 1-2 വർഷം നല്ലപോലെ തന്നെ നിൽക്കും. ബീജം കൂടിയ ബീജം ചലനശേഷി എല്ലാം നിൽക്കും. അതിനിടയ്ക്ക് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, പല കോൾസിലും വന്നതുപോലെ ഈ സർജറി കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസും റിസൾട്ടും. അതെ, അപ്പൊ ഈ സർജറി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 3 തരത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ പോയിട്ട് ഈ വെയിൻസിനെ നമ്മൾ ലൈഗേറ്റ് ചെയ്യുന്നത്. വെരിക്കോസിൽ ലൈഗേഷൻ എന്ന് പറയുന്ന ഇതാണ് ചെയ്യുന്നത്. നമ്മൾ ലൈഗേറ്റ് ചെയ്ത് തിരിച്ചു രക്തം വരാതിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പം അല്ലാതുള്ള കുറേയധികം അല്ലാതെ തന്നെ കൊച്ചു കൊച്ചു വെയിൻസ് സാധാരണ ഉണ്ടാവും. നമ്മൾ കൊളാട്രൽസ് എന്ന് പറയും. അതൊക്കെ ഓപ്പൺ ആയിട്ട് സാധാരണ പോലുള്ള രക്തോട്ടം നടന്നോളും. അപ്പം വൃഷ്ണത്തിന്റെ പ്രവർത്തനം വീണ്ടും മെച്ചപ്പെട്ടു വരും. അതുകൊണ്ടാണ് ഈ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ സർജറി നമുക്ക് ഓപ്പൺ സർജറി അല്ലെങ്കിൽ കീ ഹോൾ സർജറി അല്ലാതെ തന്നെ ഇപ്പം നൂതനമായിട്ട് എംപ്ലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയുണ്ട്. അതായത് ഈ വെയിൻസിനകത്ത് ക്ലോട്ട് നമ്മൾ അടയ്ക്കുന്നതിന് വെയിൻസ് വഴി പോയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന സർജറീസ് ഉണ്ട്. എംപ്ലൈസേഷൻ എന്ന് പറയും. ഇതെല്ലാത്തിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. നമ്മൾ രക്തം തിരിച്ചു വരുന്നത് പ്രിവെന്റ് ചെയ്യുക, തടയുക. അത് തന്നെയാണ് ഉദ്ദേശം. അപ്പം ഏത് തരം സർജറി ആയാലും അതിൻ്റെതായ കുറേയധികം അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സാധാരണ രീതിയിൽ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം പേർക്കും നമ്മളും ഈ സെമനിൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട്. എണ്ണം കൂടാറുണ്ട്. അഥവാ എണ്ണം കൂടിയില്ലെങ്കിൽ പോലും ചലനശേഷിയുള്ള ബീജം, തീരെ ചലനശേഷി കുറഞ്ഞിരുന്നവർക്ക് നല്ല ചലനശേഷിയുള്ള ബീജം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ നേരത്തെ സെമൻ നോക്കി അതുപോലെയാണ് സെമൻ ഇരിക്കുന്നെങ്കിൽ പോലും ഈ പ്രഗ്നൻസി റേറ്റ്, അതായത് വൈഫ് പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത ഈ വെരിക്കോസിൽ സർജറി കഴിഞ്ഞാൽ കൂടുന്നെന്നാണ് പറയുന്നത്. അതിന് കാരണം നമ്മൾ ഈ നല്ല ബീജം, അതായത് ക്വാളിറ്റിയുള്ള സ്പേംസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഈ വെരിക്കോസിൽ സർജറി കഴിഞ്ഞിട്ട്. കാരണം ഈ വെരിക്കോസിലുള്ളപ്പോൾ എങ്ങനെയായാലും ഈ സ്പേമിൻ്റെ ക്വാളിറ്റി കുറയും, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പം സാധാരണ ഇതിൽ ആ ക്വാളിറ്റി ഉള്ള സ്പേംസ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ഒന്ന് പ്രഗ്നൻസി റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ എണ്ണം
കൂടിയാൽ തന്നെ ചിലപ്പോൾ മോട്ടിലിറ്റി ഇങ്ങനെ ഇരുന്നാലും എണ്ണം കൂടിയാൽ തന്നെ ഈ മോട്ടിലിറ്റി ഉള്ള സ്പേംസിൻ്റെ എണ്ണം അതിനനുസരിച്ച് അപ്പം വർദ്ധിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണാറുണ്ട്. പക്ഷെ ഇതെല്ലാവർക്കും കാണണമെന്നില്ല. അതിന്റെ അർത്ഥം മറ്റു കാരണങ്ങൾ അതിനകത്തുണ്ട്. വെരിക്കോസിൽ മാത്രമല്ല കാരണം എന്നുള്ളവർക്കാണ് മറ്റു പല കാരണങ്ങൾ കാണും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാതെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളിപ്പോൾ എപ്പോഴും വിളിക്കുന്ന പറഞ്ഞ ഒരുപാട് പേഷ്യന്റ് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന പല പേഷ്യന്റും സംഭവിക്കുന്നത് വന്ധ്യത ഉള്ള പേഷ്യന്റ് ചെന്നിട്ട് വെരിക്കോസിലുണ്ട്, സർജറി ചെയ്ത് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അതിന് പ്രധാന കാരണം ഈ വെരിക്കോസിലായിരിക്കില്ല അവർക്ക് ഈ വന്ധ്യതയുടെ കാരണം. അപ്പോൾ അതിനെല്ലാം വെരിക്കോസിലിന്റെ കറക്റ്റ് ചെയ്തിട്ട് സർജറി ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് വരണം എന്നില്ല. അപ്പോൾ അവർക്ക് മറ്റു കാരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം, അതിനോടൊപ്പം വേണം നമ്മൾ വെരിക്കോസിൽ സർജറി ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട്, നല്ല എനിക്ക് തോന്നുന്ന എൻ്റെ അനുഭവത്തിൽ പറയുന്നത് 80% കൂടുതൽ പേർക്ക് ഈ വെരിക്കോസിൽ സർജറി ചെയ്തവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പം നേരത്തെ ഒരു പേഷ്യന്റ് വിളിച്ച പോലെ ഇവർ ഈ സർജറി ചികിത്സ എടുത്തിട്ട് പിന്നെ വൈഫിൻ്റെ കാര്യം പിന്നെ ഒന്നും ചെയ്യത്തില്ല. ചിലപ്പോൾ വൈഫിനും ഈ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കും അതിനോടൊപ്പം ചികിത്സ എടുത്തിട്ട് നമ്മൾ ഈ ഫെർട്ടിലിറ്റി റേറ്റ് കൂട്ടുക. ഇതിനകത്ത് ഈ വന്ധ്യത ചികിത്സയുടെ ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ 2 പേരുടെയും ഫെർട്ടിലിറ്റി റേറ്റ് കൂട്ടുക എന്നുള്ളതാണ് വന്ധ്യത ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ വന്ധ്യത ആകെ നമ്മൾ ഒരു ടോട്ടാലിറ്റിയാണ്, 2 പേരുടെയും കൂടെ ആണ് നമ്മളെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്, ആ വിജയ ശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ അഥവാ ഭർത്താവിൻ്റെ ഈ വന്ധ്യതയ്ക്കുള്ള അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞിരുന്നാൽ ഭാര്യയ്ക്ക് ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ചാൻസസ് കൂടും. അപ്പം നമ്മൾ ഈ 2 പേരുടെയും ഈ വന്ധ്യതയ്ക്കുള്ള കാരണം ഒരുമിച്ച് ചികിത്സിക്കുന്നതിനാണ്. അപ്പം കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അവർ ഒരുമിച്ച് ചികിത്സിക്കും. അപ്പോൾ ഈ ചികിത്സ നമ്മൾ വെരിക്കോസിൽ സർജറി ചെയ്തു മറ്റു ചികിത്സ കൊടുക്കുന്നതിനോടൊപ്പം ഭാര്യയ്ക്കുള്ള ചികിത്സയും അതിനോടൊപ്പം തന്നെ കൊടുക്കണം. അവരുടെയും ഫെർട്ടിലിറ്റി റേറ്റ് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ കുട്ടികളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഡോക്ടർ നേരത്തെ പറഞ്ഞ റെക്കറൻസ് ഒരിക്കൽ ഈ സർജറി കഴിഞ്ഞവർക്ക് വീണ്ടും ഇതൊക്കെ അതിൻ്റെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് പറഞ്ഞു വെള്ളക്കെട്ടുണ്ട്, ഹൈഡ്രോസിൽ, ഇതൊക്കെ ഇതിനോടനുബന്ധിച്ച് വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. കോംപ്ലിക്കേഷൻസിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ് ഹൈഡ്രോസിൽ. കാരണം ഈ വെയിൻസ് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ലിംഫാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് ബോഡിയിൽ. നമ്മുടെ രക്തം ഓടുന്നതിനോടൊപ്പം തന്നെ വേറൊരു ഫ്ലൂയിഡ് കൂടെ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഓടി നടക്കുന്നുണ്ട്. അതിനാണ് ലിംഫ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ കാലിൽ മന്ദം എന്ന് പറയുന്ന അസുഖമില്ല, അതൊക്കെ ഈ ലിംഫാറ്റിക്സ് ഫൈലേറിയൽ അസുഖം എന്ന് പറയുന്നത്. ആ ലിംഫാറ്റിക്സിനകത്ത് ഫൈലേറിയൽ വേംസ് അടഞ്ഞിട്ട് ലിംഫ് ഫ്ലൂയിഡ് മേളിലേക്ക് പോവാതെ കെട്ടി നിന്ന് വരുന്നതിനാണ് മന്ദായിട്ട് ഫൈലേറിയാസിസ് എന്ന് പറയുന്ന അസുഖം. അതുകൊണ്ട് ഈ ലിംഫ് ഫ്ലൂയിഡും രക്തം പോകുന്ന പോലെ തന്നെ ലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡും ശരീരത്തിലെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകം വേറെ ചാനലുണ്ട്. അപ്പം അതിനൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് കെട്ടി നിന്നിട്ട് നീര് വരും. അങ്ങനെ വരുന്ന ഒരു നീരാണ് ഹൈഡ്രോസിൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വെയിൻസിന്റെ ഓടൊപ്പം തന്നെ ലിംഫ് ഓടിപ്പോകുന്ന ചാനൽസ് ഉണ്ട്. ലിംഫാറ്റിക്സ് എന്ന് പറയുന്ന ചാനലും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സർജറി ചെയ്യുന്നതിന്റെ കൂടെ ഈ ലിംഫാറ്റിക് ചാനലും ബ്ലോക്ക് ആവാനുള്ള സാധനമാണ്. അത് വളരെ മൈന്യൂട്ടാണ്, കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ഈ കോംപ്ലിക്കേഷൻ കുറവായിരിക്കും ഹൈഡ്രോസിൽ വരുന്നതിനുള്ള സർജറി സമയത്ത്. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ചില പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലരും ചെയ്യുന്നത് എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഒറ്റ കെട്ട് എല്ലാം വെയിൻസും കൂടെ എടുത്തിട്ട് ഒറ്റ കെട്ട്. അങ്ങനെ കെട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലിംഫാറ്റിക്സും എല്ലാം അങ്ങ് ബ്ലോക്ക് ആവും. അപ്പം വളരെ വലിയ ഹൈഡ്രോസിൽ ഈ ലിംഫ് ഓടിപ്പോവാതെ കെട്ടി നിൽക്കും. അങ്ങനെ വലിയ ഹൈഡ്രോസിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിംഫാറ്റിക്സിനെല്ലാം മാറ്റിയിട്ട് വെയിൻസിനെ മാത്രം എടുത്തിട്ടാണ് ഈ വെരിക്കോസിൽ സർജറി ചെയ്യുന്നത്. വെയിൻസ് മാത്രമേ നമ്മൾ ലേഗേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോസിൽ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ വരാവുന്ന ഒന്നാണ് ഈ റെക്കറൻസ്. നേരത്തെ പറഞ്ഞു വീണ്ടും വെരിക്കോസിൽ വരാനുള്ള സാധ്യത. അത് പലപ്പോഴും നമ്മൾ ഈ ചെയ്ത വെയിൻസ് അല്ല വരുന്നത്. നമ്മൾ ഈ കെട്ടിവിട്ട വെയിൻസിൽ പിന്നെ രക്തോട്ടം നടക്കത്തില്ല. അതേസമയം പിന്നെ ഉള്ള മറ്റു വെയിൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും. പാരലായിട്ട് കൊളാട്രൽ വെയിൻസ് എന്ന് പറയും. മറ്റു വെയിൻസുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓപ്പൺ അപ്പ് ആവും. ഓപ്പൺ അപ്പ് ആയിട്ട് രക്തം അതിൽ കൂടെ ആയിരിക്കും ഓടുന്നത്. അപ്പം നാച്ചുറലി അതിൽ കൂടെ കുറേ നാളും വീണ്ടും രക്തം ഓടിക്കുക, അതും ഇതുപോലെ വലുതായി വരാം, വീർത്ത് വരാം. അതാണ് വീണ്ടും വെരിക്കോസിൽ വരുന്നതിൻ്റെ ഒരു കാരണം. ഈ വെരിക്കോസിൽ വന്നു കഴിഞ്ഞാൽ അത് വന്ധ്യത അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ശരീരത്തെ ബാധിക്കും? ചിലപ്പോൾ ഈ സാധാരണ വരുന്നത് വന്ധ്യത അല്ലാത്ത ഇപ്പം കുട്ടികളുള്ള പുരുഷന്മാരിൽ തന്നെ ഈ വെരിക്കോസിലുള്ളവരുണ്ട്. അത് പ്രധാനമായിട്ടും പിന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വേദന, കഴപ്പോടുകൂടി വേദന. അത് കുറേ സമയം നിന്ന് ജോലി ചെയ്യുമ്പോൾ നല്ല വേദന, കഴപ്പോടുകൂടി വേദന വൃഷ്ണങ്ങളിലുണ്ടായി ശരീരത്തിൽ അത് വയറിലോട്ടും പുറകിലോട്ടും വ്യാപിക്കുന്ന തരത്തിലുള്ള വേദന. അങ്ങനെയുള്ള വേദന ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ഇൻഡിക്കേഷൻ ഫോർ സർജറി. അത് നമ്മളിപ്പം എന്തെയ്തൊന്നും നോക്കിയിട്ടല്ല, അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് നമ്മൾ ഈ വെരിക്കോസിൽ കറക്റ്റ് ചെയ്താൽ ഈ വേദനയും കഴപ്പും മാറും.
പിന്നെ വൃഷ്ണം ചുരുങ്ങിപ്പോയി തുടങ്ങിയിരിക്കുന്നു ഈ വെരിക്കോസിലുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ വെരിക്കോസിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദർ അതങ്ങോട്ട് മോശമാകത്തില്ല. വീണ്ടും വൃഷ്ണം ചുരുങ്ങി പോകാതെ ഇരിക്കാൻ ഉള്ള പ്രവർത്തനം അങ്ങനെ തന്നെ തുടരും. പിന്നെ വീണ്ടും മോശമാകത്തില്ല. ലോക്കൽ അനസ്തീഷ്യയിലാണോ ചെയ്യുന്നത്? 2 രീതിയിൽ ചെയ്യാം. നമ്മൾ സാധാരണ അവിടെ മാത്രം മരവിപ്പിച്ചിട്ട് ചെയ്യാം. ഈ വൃഷ്ണത്തിൽ നിന്ന് പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട്, അല്ലെങ്കിൽ ഇൻക്വൈനൽ എന്ന് പറയുന്നത് തൊടയിടുക്കിൽ ചെയ്യുന്ന. നമ്മൾ ലാപ്രോസ്കോപ്പിയിലാണെങ്കിൽ അത് മൊത്തം അനസ്തീസിയ, ജനറൽ അനസ്തീസിയ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വയറിനകത്ത് ഗ്യാസ് നിറച്ച് വയറിനകത്തൂടെ പോയാൽ ചെയ്യുന്നത്. മറ്റു തരം സർജറിയിൽ ഇപ്പോൾ നമ്മൾ തൊടയിടുക്കി പോകുന്ന സർജറി ഇൻക്വൈനൽ അപ്രോച്ച് എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്രോട്ടത്തിൻ്റെ മേളിൽ സ്ക്രോട്ടൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിനെല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ മാത്രം മരുന്ന് കുത്തിവെച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ റിജിയണൽ അനസ്തീസിയ എന്ന് പറയും, സ്പൈനൽ അനസ്തീസിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത അന്ന് തന്നെ പോകുന്ന തരത്തിലുള്ള സർജറീസാണ് ഇതിന് ചെയ്യുന്നത്. 2 or 3 days മാക്സിമം, അത്രയും മതി. 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ പേഷ്യൻറ്റ് സാധാരണ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങാൻ പറ്റും. പിന്നെ അതിനോട് അങ്ങനെ വേറെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. ആ മുറിവിൻ്റെ അതൊരു വളരെ ചെറിയ മുറിവായിരിക്കും. ആ മുറിവ് ഉണങ്ങുന്നതിനുള്ള താമസം, ആ ഉണങ്ങുന്നത് വരെയുള്ള ചിലപ്പോൾ ചെറിയൊരു വേദന, അല്ലെങ്കിൽ അവിടെ ഒരു നീര്, അത്ര സാധാരണ ഉണ്ടാകും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്താണെന്ന് പറഞ്ഞ ഡോക്ടർ സർജറി 2 രീതിയിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിത് കുറച്ചുകൂടെ വലുതായിട്ട് കാണും. നമ്മളിപ്പോൾ സാധാരണ കാണുന്നതിനേക്കാളും നമ്മുടെ വിഷനിൽ നമുക്കിതൊരു പരിധി വരെയല്ലേ കാണാൻ പറ്റും. നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് അതിനെ വലുതാക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് വെയിൻസുകളെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ വന്ധ്യതയെ ബാധിക്കുന്ന വെരിക്കോസിലിനെ കുറിച്ച് ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഡോക്ടറിന് നമസ്കാരം. ഹലോ. ലൈഫ് ബീറ്റ്സിൽ അടുത്ത ആഴ്ച ഇതേ സമയം പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം.